കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. സർവകലാശാല സെനറ്റ്, ചാൻസലർ, UGC എന്നിവരുടെ പ്രതിനിധികളടങ്ങുന്നതാണ് കമ്മിറ്റി. ചാൻസലറുടെ പ്രതിനിധി ഇലുവാതിക്കൽ D. ജമീസ് ആണ് സെർച്ച് കമ്മിറ്റി കൺവീനർ. 3 മാസത്തിനുള്ളിൽ കമ്മിറ്റി പട്ടിക സമർപ്പിക്കണം. 3 മുതൽ 5 പേർ വരെ അടങ്ങുന്ന പട്ടികയാണ് നൽകേണ്ടത്. വിജിൻ വായാന്തോടുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, വിശദാംശം. അജി, ഏറെക്കാലത്തെ അനിശ്ചിതത്വത്തിന് ശേഷമാണ് കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ കഴിഞ്ഞ ദിവസം നൽകാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന സെനറ്റ് യോഗത്തിലാണ് പ്രതിനിധിയെ നൽകാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത്. നേരത്തെ പലതവണ പ്രതിനിധിയെ ആവശ്യപ്പെട്ടിട്ടും കാലിക്കറ്റ് സർവകലാശാല പ്രതിനിധിയെ നൽകിയിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ നൽകാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ആ ലിസ്റ്റ് കൂടി കിട്ടിയ സാഹചര്യത്തിലാണ് നിലവിൽ ഗവർണർ ഇപ്പോൾ VC നിയമനത്തിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. UGCയിലെ പ്രതിനിധി, ഒപ്പം തന്നെ ഗവർണറുടെ പ്രതിനിധി കൂടി അടങ്ങിയ 3 അംഗ സെർച്ച് കമ്മിറ്റിയാണ് നിലവിൽ VCമാരെ തെരഞ്ഞെടുക്കുക. അതിനുള്ള നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ ഉടൻ തന്നെ പുറത്തിറക്കുകയും ചെയ്തു. ബാംഗ്ലൂർ IITയിലെ പ്രൊഫസർ ഇലുവാതിങ്കൽ D. ജമീസ്, കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിൽ മെമ്പർ സെക്രട്ടറി പ്രൊഫസർ A. സാബു, മുംബൈ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ രവീന്ദ്ര D. കുൽക്കർണി എന്നിവരടങ്ങുന്നതാണ് സെർച്ച് കമ്മിറ്റി. ഇതിൽ ഇലുവാതിങ്കൽ D. ജമീസ് ആണ് ഗവർണറുടെ പ്രതിനിധി. ഒപ്പം തന്നെ കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മെമ്പർ സെക്രട്ടറി പ്രൊഫസർ A. സാബു സർക്കാർ പ്രതിനിധിയും, മുംബൈ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ രവീന്ദ്ര D. കുൽക്കർണി അദ്ദേഹം UGCയുടെ പ്രതിനിധിയുമായിട്ടാണ് കമ്മിറ്റിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. സർവകലാശാലയിലെ പ്രതിനിധിയായി നൽകിയിരിക്കുന്ന ആൾ കൂടി ലഭിച്ച സാഹചര്യത്തിലാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. VC പദവിയിലേക്ക് യോഗ്യരായ 3 മുതൽ 5 പേരുടെ പട്ടികയാണ് നിലവിൽ ഈ സെർച്ച് കമ്മിറ്റി തയ്യാറാക്കേണ്ടത്. 3 മാസത്തിനകം സെർച്ച് കമ്മിറ്റി പട്ടിക തയ്യാറാക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും കുറെ കാലത്തിന് ശേഷം ബാക്കിയുള്ള സർവകലാശാലകൾക്ക് കൂടി സ്ഥിരം വൈസ് ചാൻസലർ വരാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുന്നതാണ് നിലവിലെ ഗവർണറുടെ വിജ്ഞാപനം. ശരി.